ചേട്ടാ, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ സ്വാഭാവിക മരണമാണെന്ന് എഴുതിത്തള്ളിയിരുന്നു. അതിനുശേഷമാണല്ലോ ഈ സ്വർണം തട്ടിയെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുന്നത്. അതെ, അതിനുശേഷമാണ് സ്വർണ്ണം, അതായത് ഈ മറുപാട് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് സ്വർണ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞത്. അതിനുശേഷമാണ് ഇവരെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെ സ്വർണം സ്വരൂപിച്ച് ഏകദേശം 600 പവൻ്റെ കണക്ക് പിറ്റേ ദിവസമാണ് കിട്ടിയത്. ഈ പലപ്പോഴായി ഈ പ്രതികൾ ഈ വ്യാജ ചികിത്സ, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തുന്നു. ആ സമയങ്ങളിൽ ഒരു ഘട്ടത്തിലും ഈ ബന്ധുക്കൾക്കോ മറ്റാർക്കും സംശയം തോന്നിയിട്ടില്ല എന്നാണ്? ഇല്ല, അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇതേ ഗഫൂർ ഹാജിയുടെ ഭാര്യയുടെ ചികിത്സാർത്ഥമാണ് ഇവിടെ വന്നത്. അപ്പോൾ ആയിരിക്കും ആ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നതെന്നാണ് എല്ലാവരുടെയും ധാരണ. അടിസ്ഥാനത്തിൽ ആർക്കും അന്ന് സംശയമുണ്ടായിരുന്നില്ല. ചേട്ടൻ ബന്ധു കൂടിയാണ്. ഇപ്പോൾ പലപ്പോഴായി സഹോദരരുടെയൊക്കെ സ്വർണം ഈ അബ്ദുൽ ഗഫൂർ ഹാജി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്ന സമയം 2022 ഡിസംബർ മുതൽ ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്ന് വരികയാണ്, 2023 ഏപ്രിൽ 14 വരെ. ആ സമയങ്ങളിലൊന്നും നിങ്ങൾക്കൊന്നും സംശയം ഉണ്ടായിട്ടില്ല? കാരണം ഈ ഗഫൂർ ഹാജി വാങ്ങുന്നതും ഇത് കുടുംബക്കാർ കൊടുക്കുന്നതും അതൊരു രഹസ്യമായിട്ട് തന്നെ. കാരണം വെച്ചെങ്കിൽ ഗഫൂർ ഹാജി അങ്ങനെ സാമ്പത്തികമായിട്ട് മോശമുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പം യാദൃശ്യമായിട്ട് കുടുംബത്തിലുള്ള ആൾക്കാരുള്ളൂ, ചോരകളിലോടല്ലേ വാങ്ങുന്നത്. ആ സമയത്ത് അവർക്കൊരു സംശയം തോന്നില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ആവശ്യ രീതിയിൽ വാങ്ങിയതായിരിക്കും, എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വാങ്ങിയതായിരിക്കും. ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇങ്ങനെ സ്വരൂപിച്ച് വെക്കുന്നെന്നുള്ള കാര്യം അത് അറിയില്ല. ഇതെല്ലാം അറിയുന്നത് മരണത്തിന് ശേഷം എല്ലാവരും പറയാൻ കഴിഞ്ഞ് അപ്പുറം ഇപ്പുറം ടോക്ക് വന്നപ്പോൾ ഇത് പുറത്ത് ഇന്നാൾ സ്വർണ്ണമുണ്ട്, ഇന്നാൾ സ്വർണ്ണമുണ്ട്, എല്ലാം കുടുംബത്തിലല്ലാതെ പുറത്ത് ഒരു സ്വർണം പോലും വാങ്ങിയിട്ടില്ല. എല്ലാം പിന്നെ ബ്ലഡ് റിലേഷൻസിൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതൊരു സത്യമാണ്. കാരണം ബ്ലഡ് റിലേഷൻസിന് പുറത്താണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇതെല്ലാം ബ്ലഡ് റിലേഷന് മാത്രമേ ഈ സ്വർണം വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഔട്ടായിട്ടില്ല. ഔട്ടായതെപ്പോഴെന്ന് വെച്ചെങ്കിൽ ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ആയപ്പോഴാണ് ഇത് ജനങ്ങളെല്ലാം അറിഞ്ഞത്. ആലോചിച്ചാൽ അത് തന്നെയാണ്. ഈ ബന്ധുക്കൾ പറയുന്ന കാര്യം അനുസരിച്ച് ഈ അബ്ദുൽ ഗഫൂർ ഹാജി അദ്ദേഹം ഇവരുടെ വലയിൽ അകപ്പെടുകയായിരുന്നു. അദ്ദേഹം സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. ഇത്തരത്തിൽ ആരെയും കബളിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തിലോ ഏർപ്പെട്ട ആളല്ല. പക്ഷേ ഈ പ്രതികൾ അദ്ദേഹത്തെ അതിവിദഗ്ധമായി കബളിപ്പിച്ചു. പലരുടെ കൈവശം നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഈ പ്രതികൾ കൈക്കലാക്കി. അത് സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് സ്വർണം കൈക്കലാക്കി. അതുമാത്രമല്ല, ഈ ഭാര്യയുടെ ചികിത്സ നടത്തി എന്ന വ്യാജേന പലപ്പോഴായി പണം തട്ടിയെടുത്തു എന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഈ വീട്ടിലെ മുഴുവൻ CCTV ക്യാമറകളും ഈ പ്രതികൾ ഇടപെട്ട് ഓഫ് ചെയ്യിപ്പിച്ചിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിവിദഗ്ധമായി ആസൂത്രണത്തോടു കൂടി തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പോലീസ് ഇപ്പോൾ ഈ വീട്ടിൽ, അതായത് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ അബ്ദുൽ ഗഫൂർ ഹാജി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ മുറിയിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അനുജ, കാസർകോട്ടെ പ്രവാസി വ്യവസായിയുടെ മരണം കൊലപാതകമാണ് എന്നത് പോലീസ് കണ്ടെത്തിയിരുന്നു. 4 പേരടങ്ങുന്ന സംഘം, ഒരു മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട്. അവരെയും കൊണ്ടുള്ള തെളിവെടുപ്പാണിപ്പോൾ നടക്കുന്നത്. 596 പവൻ സ്വർണ്ണമാണ് സംഘം തട്ടിയെടുത്തത്. അത് ഗഫൂറിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നുള്ള സ്വർണ്ണമാണ്. അദ്ദേഹം ഇവരുടെ വലയിൽ അകപ്പെടുകയായിരുന്നു. അങ്ങനെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെ സ്വർണം വാങ്ങി ഇവർക്ക് നൽകിയിരുന്നു. പിന്നീട് ഈ സ്വർണം തിരികെ നൽകേണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയത്തെ തുടർന്ന് അതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ വച്ച് മന്ത്രവാദം നടത്തി സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വലയിൽ അദ്ദേഹം പെടുകയായിരുന്നു. ഒടുവിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. കൊലപാതകമാണ്, ഈ സംഘമാണ് അദ്ദേഹത്തെ കൊല ചെയ്തത് എന്നതാണ് പോലീസ് കണ്ടെത്തിയത്.